ഈ വീഡിയോ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. എന്നാലും കൂടുതൽ ആളുകളും ഈ വീഡിയോ മുഴുവൻ കാണാതെ പോവും. കാരണം അവരുടെ മൈൻഡ് സെറ്റാണ്. ഇൻഫർമേഷൻ തരുന്ന ഒന്നിലേക്കും അവർക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇത് നിങ്ങളുടെ കുഴപ്പമല്ല. നിങ്ങൾ വളർന്നു വന്ന ചുറ്റുപാടും നിങ്ങളുടെ വികാരങ്ങളുമാണ് കാരണം. അത് നിങ്ങളെ പ്രയോജനമില്ലാതെ ജീവിച്ചു മരിക്കാനുള്ള ഒരു യന്ത്രമാക്കി മാറ്റുകയാണ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് വീഡിയോയിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. നിങ്ങളെ എപ്പോഴോ ഡിപ്രഷൻ്റെ കുഴിയിലേക്ക് തള്ളിവിട്ട വികാരങ്ങളെ നിങ്ങൾ തന്നെ മുൻകൈയെടുത്ത് തോൽപ്പിക്കണം. അത് ചതിയിലൂടെയാണെങ്കിൽ അങ്ങനെ. കാരണം നിങ്ങളെ രക്ഷിക്കാൻ വേറെ ആരും ഒരു മാലാഖയായി നിങ്ങളുടെ അടുത്ത് വരാൻ പോകുന്നില്ല എന്ന ലോകസത്യം നിങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊള്ളുക. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു സാധാരണ മനുഷ്യൻ്റെ ചിന്തകളെയും വികാരങ്ങളെയും മറികടക്കാൻ ആവശ്യമായുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. കാരണം നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റാൻ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളെ ഒരു വില്ലൻ മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ ക്രിമിനൽ ആകുമെന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ നിങ്ങളുടെ ആവശ്യമില്ലാത്ത വികാരങ്ങളെയെല്ലാം ഈ വീഡിയോ തുടച്ചു മാറ്റിയേക്കാം. നിങ്ങളുടെ ബ്രെയിൻ ഇപ്പോൾ കൂടി വന്നാൽ ഒരു 5% കപ്പാസിറ്റിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, നിങ്ങൾ ഒരു സേഫായി ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ടാണ്. നിങ്ങൾക്ക് തട്ടിയും മുട്ടിയും എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചു പോകണമെന്ന ചിന്താഗതിക്കാരനായതുകൊണ്ടാവാം. അങ്ങനെയുള്ളവർക്ക് അല്ല ഈ വീഡിയോ. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്തു പോകാം. മറ്റൊരു വാർണിംഗ് ആയി തന്നെ പറയട്ടെ, നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങിയാൽ നിങ്ങളുടെ മൈൻഡ് വീണ്ടും അങ്ങനത്തെ ചിന്തകളെ വരുത്താൻ ത്വര കാണിക്കും. റെസ്റ്റ് എന്ന ചിന്ത പോലും നിങ്ങൾക്കുണ്ടാവില്ല. മറ്റുള്ളവർ നിങ്ങളെ കാണുന്നതും പെരുമാറുന്നതും എല്ലാം മാറും. നിങ്ങൾ അൺപ്രഡിക്റ്റബിളായി മാറും. നിങ്ങളുടെ ബ്രെയിനിൻ്റെ തിങ്കിങ് കപ്പാസിറ്റി ഒരു ആവറേജ് മൈൻഡ് സെറ്റ് ഉള്ള ആളേക്കാൾ വളരെ കൂടുതലാണ്. കൂടുതൽ ആൾക്കാരുടെ മൈൻഡും ചിന്തിക്കുന്നതിന് പകരം ഒരു പാറ്റേണിൽ റിയാക്ട് ചെയ്യുകയാണ് ചെയ്യുക. അവരുടെ ജീവിതത്തിൽ പണ്ട് നടന്ന കാര്യങ്ങളോടോ നേരത്തെ സമൂഹത്തിലുള്ള ചിന്തകളോടോ ഒക്കെയാണ് ഈ റിയാക്ഷൻ. ഇനി വരുന്ന 7 ദിവസങ്ങളിൽ നിങ്ങൾ ഇംപ്രൂവ് ചെയ്യാനല്ല ഞാൻ പറയുന്നത്. മറിച്ച് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ തന്നെ സേഫാണെന്ന് വിചാരിച്ച് തിക്കിക്കൂട്ടിയ കാര്യങ്ങൾ എടുത്ത് പുറത്തു കളയുകയാണ് വേണ്ടത്. അതെങ്ങനെ കളയുമെന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് നിൽക്കുക. ഒന്ന് ആലോചിക്കാൻ നിങ്ങളുടെ ബ്രെയിനിന് അവസരം കൊടുക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 5 സെക്കൻഡെങ്കിലും. ഇത് നിങ്ങളേക്ക് സാധാരണഗതിയിൽ നിന്നും മാറ്റും. സാധാരണ ചിന്തകളേക്കാൾ ഒരുപാട് അധികം ചിന്തകൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ബ്രെയിനിൽ ഉണ്ടാവുന്നു. അതായത് റിഫ്ലെക്സ് പോലെയല്ല ഒരു ഡിസിഷൻ എടുക്കേണ്ടത് എന്ന് ചുരുക്കം. ഇനി നിങ്ങൾ തന്നെ ഒരു 5-10 കാര്യങ്ങൾ മനസ്സിൽ കണക്ക് കൂട്ടുക. ഒരു നിയമമേ ഉള്ളൂ, ആ കാര്യങ്ങൾ സാധാരണ കാര്യങ്ങളാവരുത്. അതെന്ത് പൊട്ടത്തരമായാലും കുഴപ്പമില്ല, പക്ഷേ പുതിയ ഫ്രഷായ ഐഡിയാസ് ആയിരിക്കണം. ഇനി നിങ്ങൾ അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യണം. അതൊരു ബോൾഡായ തീരുമാനമായിരിക്കണം. പെട്ടെന്ന് ആർക്കും ചിന്തിച്ചെടുക്കാൻ കഴിയാത്ത ഒരെണ്ണം. സ്ട്രാറ്റജി അനുസരിച്ച് മൂവ് ചെയ്താൽ വർക്കാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരെണ്ണം. ആ തീരുമാനത്തെ ഒന്നും തന്നെ മാറ്റരുത്. നിങ്ങളുടെ വികാരങ്ങളോ മറ്റു ഇമോഷൻസോ ഒന്നും തന്നെ ആ തീരുമാനത്തെ മാറ്റരുത്. ഇങ്ങനെ നിങ്ങൾ ഓരോ തീരുമാനങ്ങളും ആക്സെപ്റ്റ് ചെയ്യുന്ന രീതി മാറുമ്പോൾ 7 ദിവസങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളെ തന്നെ കാണുന്നത് 100% മാറിയിരിക്കും. പ്രഡിക്റ്റബിളായ വിചാരങ്ങൾ മാറി പുതിയ ഐഡിയാസ് രൂപം കൊള്ളും. നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റി തന്നെ മാറി ഒരു എക്സ്ട്രീം ലെവൽ സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവും. ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് നടക്കുമെന്ന വിചാരവും നിങ്ങൾ വലിച്ചെറിഞ്ഞു കളയുക. മനുഷ്യൻ്റെ മനസ്സ് അങ്ങനെ ഒരു ദിവസം കൊണ്ട് മാറ്റിയെടുക്കാനുള്ള രൂപകൽപ്പനയിലല്ല സൃഷ്ടിച്ചിട്ടുള്ളത്. അതൊരു കാര്യം മാസ്റ്റർ ചെയ്യാനുള്ള രൂപത്തിലാണ് എപ്പോഴും പ്രവർത്തിക്കുന്നത്. ഒരിക്കലും ഒരു കാര്യം ഒരു ദിവസം കൊണ്ട് നമുക്ക് മാസ്റ്റർ ചെയ്യാൻ കഴിയില്ല.